നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 1996 ഇ.കെ. നായനാർ പയറ്റിയ അതേ തന്ത്രം 2026 മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റാനുള്ള വഴി തെളിയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന വാർത്തകൾ വരുമ്പോൾ രാഷ്ട്രീയ കേരളം വീണ്ടെടുക്കുന്നത് 1996 ഓർമ്മകളാണ്. ഇതും പിണറായി വിജയന്റെ തന്ത്രമായി കരുതുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുക വഴി പിണറായി തന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. പിണറായി മുഖ്യമന്ത്രിയാവില്ലെന്ന് കരുതി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ളവർ പോലും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും. നേതാക്കൾ തമ്മിലുള്ള കുതികാൽ വെട്ടിലൂടെ സ്വയം വെട്ടിമരിക്കുന്ന കോൺഗ്രസുകാർ CPM-നെ ജയിപ്പിച്ച് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ സ്ഥിര പ്രതിഷ്ഠ നൽകും. അപ്പോൾ മാളത്തിനുള്ളിൽ നിന്ന് പിണറായി പുറത്തു വന്ന് മുഖ്യമന്ത്രിയാകും. പിണറായിയെ മുന്നണിയെ നയിച്ചേക്കുമെന്നാണ് സൂചനകൾ. ഇക്കാര്യം പരോക്ഷമായി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സൂചിപ്പിച്ചേക്കും. 2 ടേം നിർബന്ധമാക്കിയത് കർശനമായി നടപ്പാക്കണമെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. അതുകൊണ്ടാണ് നിബന്ധന മാറ്റേണ്ട നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചത്. 2 ടേം നിർബന്ധമാക്കുന്നതോടെ 22 MLA-മാർക്ക് CPM സീറ്റ് നൽകില്ല. 1.5 ടേം പൂർത്തിയാകുന്ന സജി ചെറിയാനും VK പ്രശാന്ത് മത്സരിച്ചേക്കും. പുതുമുഖങ്ങളെ ഇറക്കി മണ്ഡലങ്ങൾ നിലനിർത്തണമെന്ന നിലപാടിലാണ് നേതൃത്വം. 3 തവണ MLA ആക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും 2021 പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടി ഉണ്ടായില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. 2 ടേം നിർബന്ധമാക്കുന്നതോടെ TP രാമകൃഷ്ണൻ, KK ശൈലജ, AC മൊയ്ത്, N ഷംസീർ, വീണ ജോർജ്, MM മണി, നൌഷാദ്, M മുകേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, OR കേളു, U പ്രതിഭ തുടങ്ങിയ പ്രമുഖർ ഒഴിഞ്ഞേക്കും. ഇതിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമെന്ന് സൂചനകളുണ്ടായിരുന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏടാണ് ഗൗരി അമ്മയുടെ ജീവിതം എന്നതിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. ഗൗരി അമ്മയുടെ വിയോഗത്തിൽ ദുഃഖിക്കാത്തവരും അധികം ഉണ്ടാവില്ല കേരളത്തിൽ. കോവിഡ് സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ വലിയ ചുടുകാട്ടിൽ ഗൗരിയമ്മ ഇരിഞ്ഞടങ്ങുമ്പോൾ അനേക കാര്യങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78 സീറ്റുകൾ നേടിയാണ് LDF അധികാരത്തിലേറിയത്. ഗൗരിയമ്മയുടെ ജീവിതത്തിലെ നിർണായക തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു അത്. അരൂരിൽ നിന്ന് ഗൗരിയമ്മ വലിയ വിജയം അന്ന് നേടുകയും ചെയ്തു. കേരളം തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം അന്ന് കേരളമെങ്ങും മുഴങ്ങിയിരുന്നു. ഗൗരിയമ്മയാണ് LDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ധ്വനി CPM-നും LDF-ഉം നൽകുകയും ചെയ്തിരുന്നു. അരൂരിൽ പ്രചാരണത്തിനെത്തിയ PK വാസുദേവൻ നായരും VS അച്യുതാനന്ദനും ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നെന്ന് ഗൗരിയമ്മ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായത് E.K. നായനാറായിരുന്നു. ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുന്നതിൽ EMS-നും പാർട്ടിയിലെ CITU വിഭാഗത്തിനും താല്പര്യമില്ലായിരുന്നു എന്നാണ് അന്ന് വന്ന മാധ്യമ വാർത്തകൾ. എന്തായാലും അത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാധ്യമങ്ങൾ അന്ന് പറയാത്തൊരു നുണയാണ് ഗൗരിയമ്മയുടെ മരണശേഷം ആഘോഷിക്കപ്പെട്ടത്. E.K. നായനാരെ മുഖ്യമന്ത്രിയാക്കിയത് സംബന്ധിച്ചായിരുന്നു അത്. ഗൗരിയമ്മയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത E.K. നായനാരെ മുഖ്യമന്ത്രിയാക്കി എന്നതാണ് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം. എന്നാൽ 1987 E.K. നായനാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. കോൺഗ്രസിന്റെ K. കുഞ്ഞികൃഷ്ണനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 6417 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് നായനാർ വിജയിച്ചത്. ഏഷ്യൻ ന്യൂസും മീഡിയ വണ്ണും അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ ഗൗരിയമ്മ മരിച്ച ദിവസം ചെയ്ത പല വാർത്തകളിലും ഇത് തെറ്റായി കൊടുത്തിരുന്നു. തൊട്ടടുത്ത ദിവസം അച്ചടിച്ചു വന്ന മലയാള മനോരമ പത്രത്തിലും ഇതേ തെറ്റ് ആവർത്തിച്ചു വന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ E.K. നായനാർ മുഖ്യമന്ത്രിയായ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അത് 1987 ആയിരുന്നില്ല. KR ഗൗരിയമ്മ CPM-ലുള്ള കാലത്തുമായിരുന്നില്ല. 1996 അത്. മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു അത്. അന്നും വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച ഇടതുപക്ഷത്തിലും പൊതുസമൂഹത്തിലും ഉയർന്നു വന്നിരുന്നു. മുതിർന്ന നേതാവായ സുശീല ഗോപാലൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ അന്ന് CPM സംസ്ഥാന സമിതിയിൽ വോട്ടെടുപ്പ് നടന്നുവെന്നും ഒരു വോട്ടിന് സുശീല ഗോപാലൻ E.K. നായനാരോട് പരാജയപ്പെട്ടുവെന്നൊക്കെയാണ് വാർത്തകൾ. VS-ന് അന്ന് മാരാരിക്കുളത്ത് കാലുവാരിയതാണെന്നും പിന്നീട് വാർത്തകളുണ്ടായിരുന്നു. അന്ന് പിണറായി വിജയൻ പാർട്ടി കളത്തിൽ സജീവമായിരുന്നില്ല. നായനാരെ നേതാവാക്കിയത് EMS ആണ്. അന്ന് EMS-ന്റെ യാത്ര ബുദ്ധികൂർമ്മതയുള്ളവർ പാർട്ടിയിലില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ അന്നത്തെ EMS-ന്റെ സ്ഥാനമാണ് ഇന്ന് പിണറായിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു തീരുമാനമെടുത്തതും. KK ശൈലജ, N ഷംസീർ തുടങ്ങിയ പിണറായി വിരുദ്ധരെ ഒതുക്കാൻ കൂടി ഇത്തരം ഒരു തീരുമാനം സഹായിക്കുമെന്ന് പിണറായിക്ക് അറിയാം. ശൈലജയുടെ ഇമേജ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ നഷ്ടമായിരുന്നു. കോടിയേരി മരിക്കുന്നതിന് മുൻപ് പ്രകടിപ്പിച്ച ആഗ്രഹമായതുകൊണ്ടാണ് ഷംസീറിനെ സ്പീക്കറാക്കിയത്. ഷംസീർ മന്ത്രി റിയാസിന് പാരയാണെന്ന് പിണറായിക്ക് അറിയാം. അതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. പിണറായി മാറി നിന്നാൽ ആർക്കും ഇളവ് ചോദിക്കാൻ കഴിയില്ല. തനിക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ ഒതുക്കാനുള്ള അവസരമായാണ് പിണറായി ഈ തീരുമാനത്തെ കാണുന്നത്. MV ഗോവിന്ദൻ തന്നെ ഇങ്ങനെ ഒരു സൂചന നൽകിയ സാഹചര്യത്തിൽ ഇരുവരും തമ്മിലുള്ള ഒത്തുകളിയായും ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. തൽക്കാലം ഗോവിന്ദന് ആഗ്രഹമുള്ള
ഭരിക്കാനുള്ള മുഖ്യമന്ത്രി കുപ്പായം അഴിക്കേണ്ടി വരും. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് പിണറായിക്ക് ഇളവ് നൽകിയത്. പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന രാജ്യത്തെ ഏക നേതാവാണ് പിണറായി. 75 വയസ്സ് തികഞ്ഞവർ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിയണമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് അംഗീകരിച്ചത്. ഇതിനാണ് പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അരിഞ്ഞു വീഴ്ത്താനുള്ള ആഗ്രഹമാണ് CPM PBക്കുള്ളത്. PB അംഗങ്ങളുടെ പ്രായപരിധി 75 വയസ്സാക്കി നിജപ്പെടുത്താനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ സംഭവിച്ചാൽ പിണറായി PBയിൽ നിന്ന് പുറത്താകും. 2025 നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിലായിരിക്കും തീരുമാനമെടുക്കുക. എന്നാൽ പിണറായിക്ക് ഇളവ് നൽകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ആ ഇളവാണ് വേണ്ടെന്ന് വയ്ക്കാൻ പിണറായി തീരുമാനിച്ചത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ 75 വയസ്സ് പ്രായപരിധി തുടരുമെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം. പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ PB യോഗത്തിലാണ് പ്രായപരിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിർദ്ദേശമുയർന്നത്. പിണറായി വിജയൻ PBയിൽ തുടരുന്ന കാര്യം അടുത്ത പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. പിണറായിയെ PBയിൽ തുടരാൻ അനുവദിക്കരുതെന്ന താൽപര്യമാണ് ചില PB അംഗങ്ങൾക്കുള്ളത്. 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം പിണറായി ഉറ്റുനോക്കി. ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന് ചർച്ച വന്നപ്പോൾ ബംഗാൾ സഖാക്കൾ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. PBയിൽ പുതിയ ടീം വരട്ടെ എന്നാണ് എല്ലാവരുടെയും താല്പര്യം. പിണറായിയുടെ BJP താല്പര്യമാണ് എതിർപ്പിന് കാരണം. കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് 75 വയസ്സെന്ന പ്രായപരിധി പാർട്ടി നിശ്ചയിച്ചത്. നിലവിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, സൂര്യകാന്ത് മിശ്ര, G രാമകൃഷ്ണൻ, സുഭാഷിണി അലി എന്നിവർക്ക് 75 വയസ്സ് പൂർത്തിയായി. അവരെല്ലാം പുറത്താകും. അവർ മാറി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് ഇതിൽ മാറ്റം വരണമെന്ന് നേതൃതലത്തിൽ തന്നെ ആവശ്യമുയർന്നത്. തമിഴ്നാട്ടിൽ നടക്കുന്ന 24 പാർട്ടി കോൺഗ്രസിന് വേണ്ടിയുള്ള കരട് ചർച്ച ചെയ്യുന്നതിനായുള്ള 2 ദിവസത്തെ CPM പോളിറ്റ് ബ്യൂറോ യോഗം നടന്നത്. പ്രായപരിധി മാനദണ്ഡം പാർട്ടിക്ക് ഗുണമാകില്ലെന്ന് മുതിർന്ന CP നേതാക്കൾ പറയുന്നു. എന്നാൽ 2026 കേരള മുഖ്യമന്ത്രിയാവാൻ പിണറായിയുടെ സ്ഥാനത്ത് മറ്റൊരാൾ തീർച്ചയായും ഉണ്ടാവില്ല. പിണറായി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹം തന്നെ പാർട്ടിയും സർക്കാരിനെയും നയിക്കും. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് സ്ഥാനം കൈയെടുക്കുക എന്ന നയമാണ് പിണറായി തുടരുന്നത്. അതിനാണ് താൻ മത്സരത്തിനില്ലെന്ന വാർത്ത അദ്ദേഹത്തിന്റെ വിശ്വസ്തർ തന്നെ മനോരമയ്ക്ക് ചോർത്തി നൽകിയത്. പിണറായിയെ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ സീതാറാം യെച്ചൂരി രൂപം കൊടുത്ത ഡിസൈനാണ് പ്രായപരിധി എന്നാണ് പിണറായി ഭക്തർ പറയുന്നത്. പിണറായി മാത്രമാണ് യെച്ചൂരിയെ എതിർത്ത് സംസാരിക്കാൻ കരുത്തുള്ളവരായി PBയിൽ ഉണ്ടായിരുന്നത്. കാരാട്ടുണ്ടെങ്കിലും അദ്ദേഹം സമവായ നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. സംസ്ഥാനത്തു നിന്നുള്ള MA ബേബിയും യെച്ചൂരിയും പൂർണ്ണമായി അനുകൂലിക്കുന്നവരായിരുന്നു. ബേബിയെ PB അംഗമാക്കി കേരളത്തിൽ നിന്ന് കടത്തിയത് പിണറായിയാണ്. PB അംഗമായെങ്കിലും ബേബി അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന് ആഗ്രഹം കേരളത്തിൽ തുടരാനായിരുന്നു. മരിക്കുമ്പോൾ 70 കഴിഞ്ഞ യെച്ചൂരിക്ക് വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന യെച്ചൂരി അതിനുശേഷം പ്രായത്തിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ടായിരുന്നു. 2018 ഏപ്രിൽ 18 മുതൽ 22 വരെ ഹൈദരാബാദിൽ നടന്ന CPM 22ാം പാർട്ടി കോൺഗ്രസ് ആണ് 22ാമത്തെ PBയെ തിരഞ്ഞെടുത്തത്. 17 അംഗ പോളിറ്റ് ബ്യൂറോ ആണ് നിലവിലുള്ളത്. പിണറായി ഒഴിച്ച് PBയിൽ ബാക്കിയുള്ളവരെല്ലാം യെച്ചൂരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ പിണറായി യെച്ചൂരിക്കെതിരെ കർശന നിലപാടാണ് സ്വീകരിച്ചത്. യെച്ചൂരി മരിച്ചതോടെ ആ ശല്യം പിണറായിക്ക് ഇല്ലാതായി. യെച്ചൂരിയെ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ അയക്കാനുള്ള നീക്കം തടഞ്ഞത് പിണറായിയാണ്. യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കുക എന്നത് സോണിയാഗാന്ധിയുടെ താല്പര്യമായിരുന്നു. മോദിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കാൻ യെച്ചൂരിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു സോണിയയുടെ ശ്രമം. എന്നാൽ യെച്ചൂരി കോൺഗ്രസിന്റെ ചെലവിൽ രാജ്യസഭയിലേക്ക് പോകേണ്ടെന്ന് പിണറായി തീരുമാനിച്ചു. ഇതിനെ തുടർന്ന് യെച്ചൂരി പിന്മാറി. അന്നു മുതൽ പിണറായിയും യെച്ചൂരിയും പൂർണ്ണമായും തെറ്റി. പാർട്ടി സെക്രട്ടറി പാർലമെന്റ് അംഗമാകുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് പിണറായി എന്ന് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് വീരേന്ദ്രകുമാറിന്റെ ഒഴിവിൽ യെച്ചൂരി രാജ്യസഭയിൽ അയക്കാനായിരുന്നു. എന്നാൽ അത് സംഭവിക്കാതിരിക്കാനാണ് വീരൻ ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ തന്നെ പിണറായി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത്. പ്രകാശ് കാരാട്ടിന്റെ സ്വന്തമാണെന്നാണ് പിണറായി അറിയപ്പെടുന്നത്. S രാമചന്ദ്രൻ പിള്ളയും പിണറായിയുടെ അടുപ്പക്കാരനാണ്. പിണറായി ഇവരുടെ ഗ്രൂപ്പിലാണുള്ളത്. ഇപ്പോഴത്തെ PB അംഗങ്ങൾക്ക് പിണറായിയെ ഭയമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്തും. തനിക്ക് അധികാരക്കുതി തീരെയില്ലെന്ന് കാണിക്കാൻ കൂടിയുള്ള ഒരു തന്ത്രമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത്തരം വ്യാഖ്യാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും 2026 ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ പിണറായി തന്നെ കേരളം ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല.